വാട്ടർ മെട്രോയിലൊന്ന് കയറണം, ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോകണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ പിന്നെ അതൊക്കെ നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കണത് കേട്ടോ. അപ്പോൾ വാട്ടർ മെട്രോയിൽ കയറണമെങ്കിൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുറമേ നിന്ന് നോക്കിയപ്പോൾ ഒക്കെ നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കയറി നോക്കിയാൽ അറിയാം അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അകത്തേക്ക് തന്നെ കയറാമല്ലേ. എന്തായാലും നോക്കണമല്ലോ തിരക്കുണ്ടല്ലോ എന്ന്. അതെ, നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല ക്യൂ ആണ് കേട്ടോ ഇവിടെ. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. എന്നാൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് ഞങ്ങളിവിടെ ഇരിക്കാം കേട്ടോ. അങ്ങനെ അതേ ടിക്കറ്റ് എടുത്തവരൊക്കെ അങ്ങോട്ട് കടത്തി വിടണ്ട് കേട്ടോ. എന്നാൽ ഞങ്ങളും പയ്യെ അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ കാഴ്ച കണ്ടത്. ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ആ കാഴ്ച കണ്ട് ഗൈസ്, ദേ കണ്ടോ, വാട്ടർ മെട്രോയിൽ കയറാനുള്ള ആളുകളുടെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഒരു ലൈനും 2 ലൈനൊന്നും അല്ല ഇവിടെ കാണുന്നത്, 3 ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞാനൊരു കുറച്ച് കഴിഞ്ഞൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ അതിലും വലിയ ക്യൂ ആയി പോയി കേട്ടോ. നമ്മൾ വന്ന് നിന്നതറിയാതെ തന്നെ പുറകിലും വലിയൊരു ക്യൂ തന്നെ അങ്ങോട്ട് വന്നു എന്ന് പറയാം. ഇനി എപ്പോൾ ഫോർട്ട് കൊച്ചി എത്താനാണാവോ? എൻ്റെ പൊന്നും, എനിക്ക് ആകെ പ്രാന്തായിട്ട് പാടില്ല കേട്ടോ. ഇങ്ങനെ നിന്ന് നമുക്കാകെ വട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ അതേ ഒരു സെക്ഷനിലുള്ള ആൾക്കാരൊക്കെ എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലെങ്കിലും നമ്മൾ എത്തിപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതേ അവർ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി അപ്പുറത്ത് ചെന്നിരിക്കണം. അപ്പുറത്തെ സൈഡിലുള്ളവരെയാണ് കടത്തി വിടുന്നത് കേട്ടോ. അങ്ങനെ ആ അപ്പുറത്തെ സൈഡിൽ ഭാഗ്യത്തിന് ഞങ്ങൾ എത്തിയെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ അതേ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഒരു വാട്ടർ മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾക്കൊന്നും അതിൽ കയറാൻ പറ്റിയെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങളും ആ ലൈനിൽ തന്നെ പെട്ടു. അതുകൊണ്ട് ഞങ്ങൾക്കും അതിൽ കയറാൻ പറ്റിയെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ആ ലൈനിൽ കൂടി ഇങ്ങനെ പോയി ഞങ്ങൾ വാട്ടർ മെട്രോൻ്റെ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടു അങ്ങനെ ആ സംഭവത്തിന്. ഇനിയിപ്പം അങ്ങോട്ട് ഒന്ന് കയറി കിട്ടിയാൽ മതി. എന്തായാലും വാട്ടർ മെട്രോൻ്റെ അകത്ത് അത്ര വലിയ തിരക്കുണ്ടാവില്ല എന്ന് തോന്നണല്ലേ. നമ്മളൊരു ഏകദേശം ഒരു കുറച്ച് ആൾക്കാരൊക്കെയാണ് കയറ്റുള്ളൂ തോന്നുന്നത്. തിങ്ങി ഞെരിങ്ങിയൊന്നും അല്ല അതിൻ്റെ അകത്ത് ആൾക്കാർ ഇരിക്കണത് കേട്ടോ. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ്. എന്നാലും കുറച്ച് പേരൊക്കെ ആട്ടോ അവിടെ നിൽക്കണോളൂ. എന്തായാലും നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരാണ്ട്. അതേ നമ്മുടെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വല്ല ഷാർക്കോ വല്ല തിമിംഗലത്തിനെയൊക്കെ കണ്ടിരുന്നെങ്കിൽ എന്നോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതേ നമ്മളവിടുന്ന് പുറപ്പെട്ടു. പുറമെ നല്ല ചുട്ടുപൊള്ളണ വെയിലാണെങ്കിലും ഉണ്ടല്ലോ, അകത്തും നല്ല തണുപ്പായതുകൊണ്ട് നല്ല നമുക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ വെയിലിൻ്റെ എഫക്റ്റ് ഒന്നും ഏക്കണില്ല കേട്ടോ. അപ്പോൾ അതേ പോണു സൈഡിലൂടെ വേറൊരെണ്ണം. എന്തായാലും അതിനെ കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഫ്രണ്ടിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. അത് അങ്ങോട്ട് കടക്കാൻ പാടില്ലാന്നും പറഞ്ഞാൽ അവരിവിടെ ഒരു സ്റ്റിക്കറൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ വീണ്ടും വരുന്നു വേറൊരെണ്ണം. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതിനൊക്കെ നോക്കിയിരുന്നു. വെള്ളത്തിലൂടെ ഒന്നും കണ്ടൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കണ്ടുവരണമെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയൊരു കപ്പൽ വരാറുണ്ടെങ്കിൽ രസമായിരിക്കും കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും വരണില്ല കേട്ടോ. അങ്ങനെ ഫോർട്ട് കൊച്ചിയുടെ തീരത്തേക്ക് നമ്മൾ എത്തിയും കൊണ്ടിരിക്കാം കേട്ടോ. എന്തായാലും ഒരു 10-25 മിനിറ്റ് എന്തായാലും വെള്ളത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് എത്തുമൊന്നുമില്ല, കുറച്ചധികം നേരം ഇതിലിരിക്കണം. അങ്ങനെ അതേ നമ്മൾ എത്തിയും കൊണ്ടിരിക്കുകയാണ്. തീരത്തോട് അടുക്കുന്നു. അങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇവിടെ വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. നമ്മൾ ആ മറൈൻ ഡ്രൈവിന് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ കണ്ടിട്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ.